ദിവസങ്ങൾക്ക് മുൻപാണ് ടെലിവിഷൻ അവതാരകനും വ്ളോഗറുമായ കാർത്തിക് സൂര്യ ഭക്ഷണം കഴിക്കുന്നതിനിടെ തുമ്മുകയും തുടർന്ന് ബോധരഹിതനാവുകയും ചെയ്തത്. രാത്രി ഭക്ഷണം കഴിക്കവെയായിരുന്നു ഈ സംഭവമുണ്ടായത്. ആ സമയത്ത് ഭാര്യ വർഷ മാത്രമായിരുന്നു അരികിലുണ്ടായിരുന്നത്. ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരിക്കവേ ഒരു തവണ തുമ്മി. അപ്പോൾ വായിൽ കുറച്ച് ഭക്ഷണമുണ്ടായിരുന്നു. പിന്നാലെ ബോധരഹിതനാവുകയായിരുന്നു. ആദ്യം ഓടിപ്പോയി കുറച്ച് വെള്ളമെടുത്ത് കൊണ്ടുവന്ന വർഷ കണ്ടത് ബോധരഹിതനായി കിടക്കുന്ന കാർത്തിക്കിനെയായിരുന്നു. ഉടൻ തന്നെ നെഞ്ചിൽ ശക്തിയായി ഞെക്കി CPR എന്ന കൃത്രിമ ശ്വാസം കൊടുക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് കാർത്തിക് കണ്ണു തുറന്നത്. അപ്പോൾ കണ്ടത് വർഷയുടെ മുഖമാണ്. പുറത്തു തടവി കഴിച്ചത് പരമാവധി ഛർദ്ദിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു വർഷയപ്പോൾ. കാർത്തിക്കിന് ബോധം തിരിച്ചു കിട്ടിയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നവരെയെല്ലാം വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു വർഷ. കൈയൊക്കെ വിറയ്ക്കുകയായിരുന്നു ആ സമയത്ത്. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും എക്സ്റേയും എക്കോയുമെല്ലാം എടുത്ത് രക്തം പരിശോധിക്കുകയും ചെയ്തു. തുമ്മുന്നതിനിടയിൽ ഭക്ഷണാംശം ശ്വാസകോശത്തിൽ കയറുകയും കുറച്ചു സമയത്തേക്ക് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ ഫ്ലോ കട്ടാവുകയും അതിനാലാണ് ഛർദ്ദിച്ച് അബോധാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തത്. അങ്ങനെ ഒരു അവസ്ഥയിലും സ്ട്രോങ് ആയി നിന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തിയതും കാര്യങ്ങൾ ചെയ്തതും വർഷയാണ്. അവളുടെ ധൈര്യം സമ്മതിക്കാതെ വയ്യെന്ന് കാർത്തിക് പറഞ്ഞതിന് പിന്നാലെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചത് വർഷയുടെ നിർണായക ഇടപെടലാണെന്ന് പറയുകയാണ് ഡോക്ടർമാരും. സിറ്റുവേഷണൽ സിൻകോപ്പ് എന്ന അവസ്ഥയാണ് കാർത്തിക്കിനുണ്ടായതെന്ന് ചികിത്സിച്ച കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം സീനിയർ രജിസ്ട്രാറായ ഡോക്ടർ റിജോ മാത്യൂസ് പറഞ്ഞിരുന്നു. ഭാര്യ വർഷ നൽകിയ പ്രാഥമിക ശുശ്രൂഷയാണ് വലിയ ആപത്തിൽ നിന്നും കാർത്തിക്കിനെ രക്ഷിച്ചതെന്നും ഡോക്ടർ അറിയിച്ചിരുന്നു. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലും കുഴഞ്ഞു വീണു മരിക്കുകയെന്നതും ഇപ്പോൾ സർവ്വസാധാരണമാണ്. ഹൃദയസ്തംഭനമാണ് ഇതിനുണ്ടാവുന്ന പ്രധാന കാരണം. അപകടാവസ്ഥ മനസ്സിലാക്കി എത്രയും വേഗം ഹൃദയസ്പന്ദന ശ്വസന പുനരുജ്ജീവന പ്രക്രിയ അഥവാ കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ എന്ന CPR നൽകുകയെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രോഗിയെ നിരപ്പായ കട്ടിയുള്ള പ്രതലത്തിൽ മുഖം മുകളിലേക്ക് ആകത്തക്ക വിധത്തിൽ മലർത്തിക്കിടത്തുക. രോഗിയുടെ വശത്തായി മുട്ടുകുത്തി നിൽക്കുക. രോഗിയുടെ നെഞ്ചിലെ മധ്യഭാഗത്തുള്ള അസ്ഥിയിൽ ഒരു കൈപ്പത്തി വെച്ച് അതിനു മുകളിൽ നമ്മുടെ അടുത്ത കൈ വച്ചതിന് ശേഷം വിരലുകൾ കോർത്തു പിടിച്ച് മിനിറ്റിൽ 100 പ്രാവശ്യം 2 ഇഞ്ച് ആഴത്തിൽ ആവർത്തിച്ച് അമർത്തുക. ഓരോ തവണ അമർത്തുമ്പോഴും രോഗിയുടെ നെഞ്ച് പഴയ നിലയിലേക്ക് വരാൻ അനുവദിക്കണം. ഇതിനുശേഷം രോഗിയുടെ താടിയെല്ല് മുകളിലേക്ക് ഉയർത്തി മൂക്ക് പൊത്തിപ്പിടിച്ച് വായിലൂടെ 2 തവണ ശ്വാസവും കൊടുക്കാം. കൃത്രിമ ശ്വാസം കൊടുക്കാതെയും CPR ചെയ്യാവുന്നതാണ്. എപ്പോഴാണ് CPR ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ പലർക്കും ആശയക്കുഴപ്പമുണ്ട്. അതിനാൽ മിക്കവരും ഇതിനായി മുന്നോട്ട് വരില്ല. ഒഴിവാക്കാവുന്ന മരണങ്ങളാണ് ഇതുമൂലം സംഭവിക്കുക. ഒരാൾ ബോധം നശിച്ചു കുഴഞ്ഞു വീഴുകയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്താൽ ഒരു നിമിഷം പോലും വൈകാതെ CPR തുടങ്ങണം. എത്രയും നേരത്തെ തുടങ്ങുന്നുവോ രക്ഷപ്പെടാനുള്ള സാധ്യതയും അത്രയും കൂടും. കൂടെയുള്ളവർ ഏറ്റവും അടുത്തുള്ള ഡീഫിബ്രിലേറ്റർ എത്രയും വേഗം എത്തിക്കുകയും വേണം. പല പൊതുസ്ഥലങ്ങളിലും ഡീഫിബ്രിലേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തുന്നതുവരെ അല്ലെങ്കിൽ പ്രൊഫഷണൽ സഹായം കിട്ടുന്നതുവരെ CPR തുടരണം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.